ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇങ്ങനെ കൃഷ് കൺമണിയെ കാണാനായി പോയതിൽ മാനസയ്ക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടാവുന്നില്ല. കൃഷ് ഒരു തരത്തിലും തന്റെ അടുത്തേക്ക് അടുക്കുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് മാനസാകെ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം വരുൺ സിറ്റി ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. വരുൺ തന്നെ കാണണ്ടെന്ന് പറഞ്ഞ് കൺമണി മറിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് വരുൺ ഫോൺ എടുത്ത് അനിരുദ്ധ് സാറിനെ വിളിക്കുകയാണ്. ഹിസൈൻ തട്ടിയെടുത്ത കേസിൽ കരീം സാഹിബിന്റെ ഗുണ്ടകൾ അനിരുദ്ധ് സാറിനെ തലങ്ങും വിലങ്ങും അടിച്ചിട്ടുണ്ട്. അനിരുദ്ധ് സാർ അങ്ങനെ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്. അനിരുദ്ധ് സാറിനെ കാണാനായിട്ടാണ് വരുൺ സിറ്റി ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ വെച്ച് വരുണും മാനസിയും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട്. പിന്നീട് മാനസിയും വരുണും കൂടി അനിരുദ്ധ് സാറിനെ കാണാനായി പോവുകയാണ്. എന്നിട്ട് വരുൺ പറയുന്നുണ്ട്, ആ കൺമണിയെ ഞാൻ വെറുതെ വിടില്ല, അവൾക്കെതിരെ ഞാനൊരു ന്യൂക്ലിയർ ബോംബ് പ്രയോഗിക്കാൻ പോവുകയാണ്. എന്തായാലും ഇത് ഞാൻ ലോകത്തോട് വിളിച്ചു പറയുമെന്ന് വരുൺ മാനസിയോടും അനിരുദ്ധ് സാറിനോടും പറയുന്നുണ്ട്. ഇതിനുശേഷം സാഗറിനെ ബലരാമൻ എന്തെങ്കിലും അപായം വരുത്തുമോ എന്ന് പേടിച്ച് സാഗറിന്റെ അടുത്ത് നിന്നും മാറാതെ സുജു അടുത്ത് തന്നെ ഇരിക്കുകയാണ്. തൊട്ടടുത്ത് ബലരാമനും കിടക്കുന്നുണ്ട്. മരുന്ന് കുത്തിവെച്ച സെഡേഷനിൽ നിന്നും ബലരാമൻ മെല്ലെ കണ്ണു തുറക്കുന്നുണ്ട്. സാഗറും സുജുവും ഇത് കാണുന്നുണ്ട്. ബലരാമൻ കണ്ണു തുറക്കുന്ന സമയത്ത് സുജുവിനാകെ പേടിയാവുകയാണ്. ബലരാമൻ സാഗറിനെ എന്തെങ്കിലും ചെയ്യുമോ എന്ന്. പിന്നീട് സാഗറിനെയും സുജുവിനെയും കാണുമ്പോൾ ബലരാമൻ അവരോട് പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ ചെയ്തതിനെല്ലാം എനിക്ക് കിട്ടുന്ന കൂലിയാണ് ഇതൊക്കെ. പക്ഷെ അതിലൊന്നും എനിക്കൊരു വിഷമവുമില്ല. നിങ്ങൾ എനിക്ക് മാപ്പ് തരണമെന്ന് വളരെ സങ്കടത്തോടെ ബലരാമൻ പറയുന്നുണ്ട്. ഇത് കേട്ട് സുജുവിനാകെ സങ്കടം വരുന്നുണ്ട്. പിന്നീട് കൺമണിയെ കാണാനായി കൃഷ് ഹോസ്പിറ്റലിന് താഴെ എത്തുകയാണ്. കൺമണിയെ കണ്ടതിന് ശേഷം കൃഷും കൺമണിയും തമ്മിൽ ബലരാമനെയും ഭാഗ്യശ്രീയെ കുറിച്ചെല്ലാം സംസാരിക്കുന്നുണ്ട്. മനസ്സ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് കൃഷ് കൺമണിയോട് പറയുന്നുണ്ട്, ഇന്ന് ബലരാമന്റെ അനിയത്തി ഭാഗ്യശ്രീ ദേവ്ജിയെ കാണാനായി അലിഗയിൽ എത്തിയിരുന്നു. എന്നിട്ട് അവരായിട്ട് കുറെ നേരം സംസാരിച്ചു എന്നാണ് മാനസ പറഞ്ഞത്. ആ വരവിനു പിന്നിൽ എന്തെങ്കിലും രഹസ്യമുണ്ടായിരിക്കുവോ? എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നു. ഇത് മാത്രമല്ല, അച്ഛനെ അപകടപ്പെടുത്താനാണ് ആ ബലരാമൻ ഐസിയുവിനകത്തേക്ക് കയറിയിരിക്കുന്നത്. പക്ഷെ എന്റെ അച്ഛനും ഒന്നും സംഭവിക്കില്ല, അതിന് ഞാൻ സമ്മതിക്കില്ലെന്ന് കൃഷി പറയുമ്പോ കൺമണി പറയുന്നുണ്ട്, ഇവിടെ സാറിന് തെറ്റി. ബലരാമൻ ഒരിക്കലും സാഗർ സാറിനെ അപകടപ്പെടുത്താനായിട്ടല്ല ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. കാരണം സാറിന്റെ സഹോദരനും സാഗർ സാറിന്റെയും സുജാത മേഡത്തിന്റെയും മൂത്ത മകനുമാണ് ബലരാമൻ എന്ന് കൺമണി കൃഷിനോട് ആ സത്യം തുറന്നു പറയുകയാണ്. ഇത് കേട്ട് കൃഷി ആകെ ഞെട്ടുന്നുണ്ട്. കൃഷി ചോദിക്കുകയാണ്, കൺമണി എന്താ പറഞ്ഞ് ഒന്നുകൂടി പറയേ എന്ന് പറയുകയാണ്. പിന്നീട് കൺമണി രഹസ്യങ്ങളെല്ലാം കൃഷിനോട് പറയുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് വളരെ ദേഷ്യത്തോടെ കൃഷി കൺമണിയോട് പറയുന്നുണ്ട്, അച്ഛനും അമ്മയും ഇതൊരിക്കലും അറിയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വേറെയൊന്നും കൺമണിയോട് സംസാരിക്കാതെ മനസ്സ് തകർന്നുകൊണ്ട് കൃഷി അങ്ങനെ പോവുകയാണ്. കൺമണിയാണെങ്കിൽ കൃഷിന്റെ ആ അവസ്ഥ കണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. കൺമണി കൃഷിനോട് രഹസ്യങ്ങളെല്ലാം തുറന്നു പറയുമ്പോൾ കൺമണിയെ കുറിച്ചുള്ള രഹസ്യം തുറന്നു പറയാനായി വരുൺ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും നാളെ ഒരു കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.